ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ ആഴമായി മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. തോബിത്തിൻ്റെ പുസ്തകമാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 6 അധ്യായങ്ങൾ ഇതിനകം നമ്മൾ വിശദീകരിച്ച് വായിച്ച് വ്യാഖ്യാനിച്ച് കഴിഞ്ഞു. ഇന്ന് 7-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 7-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം തോബിയാസിൻ്റെയും സാറായുടെയും വിവാഹം തന്നെയാണ്. തോബിയാസിൻ്റെയും സാറായുടെയും വിവാഹം എപ്രകാരമാണ് നടന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്ന 7-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കത്തിൽ പ്രധാനമായ 3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തോബിയാസിനും സഹയാത്രികർക്കും റഗുവേലിൻ്റെ ഭവനത്തിൽ ലഭിക്കുന്ന ഊഷ്മളമായ സ്വീകരണം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നു. 7-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്ത് അന്ന് രാത്രിയിൽ തന്നെ നടക്കുന്ന വിവാഹ ആലോചനയെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നു. ഒടുവിൽ 7-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗത്ത് തോബിയാസും സാറായും തമ്മിലുള്ള വിവാഹം നടക്കുന്നു. നമുക്ക് ഈ വചനം വായിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. തോബിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവർ എക്ബത്താനയിൽ റഗുവേലിൻ്റെ ഭവനത്തിലെത്തി. സാറ അവരെ കണ്ട് അഭിവാദനം ചെയ്തു. അവർ പ്രത്യഭിവാദനം ചെയ്തു. അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റഗുവേൽ ഭാര്യ എദ്നായോട് പറഞ്ഞു, ഈ യുവാവിന് എൻ്റെ പിതൃവ്യപുത്രൻ തോബിത്തിൻ്റെ നല്ല ഛായ. റഗുവേൽ അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, നിനവേയിൽ പ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ. ഉടനെ അവർ ആരാഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ? അറിയുമെന്ന് അവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അവന് സുഖമല്ലേ? അവർ പറഞ്ഞു, അവൻ സുഖമായിരിക്കുന്നു. തോബിയാസ് തുടർന്നു, അവൻ എൻ്റെ പിതാവാണ്. റഗുവേൽ ചാടി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്തു. സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ഉത്തമനും കുലീനനുമായ തോബിത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് റഗുവേൽ തോബിയാസിനെ അനുഗ്രഹിച്ചു. തോബിത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു. ഭാര്യ എദ്നായും പുത്രി സാറായും ഒപ്പം കരഞ്ഞു. അവർ അതീവ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു. ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ കൊന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കി അവരെ സൽക്കരിച്ചു. തൻ്റെ പിതാവായ തോബിത്തിൻ്റെ ചാർച്ചക്കാരനായ റഗുവേലിൻ്റെ ഭവനത്തിലേക്ക് തോബിയാസും കൂടെയുള്ളവരും കടന്നു വരുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഈ സംഭവകഥ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ യാക്കോബ്
നടത്തുന്ന ഒരു യാത്രയും അതുമായി ബന്ധപ്പെട്ട ചില സംഭവകഥകളും നമുക്ക് ഓർമ്മ വരും. ഉൽപ്പത്തി പുസ്തകത്തിൽ പിതാവിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുത്ത യാക്കോബിനെ കൊല്ലാനായി ഏസാവ് തീരുമാനിക്കുന്നതും ഇതുകേട്ട യാക്കോബിൻ്റെ അമ്മ റബേക്ക യാക്കോബിനോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും വിട്ട് തൻ്റെ പിതൃഭവനത്തിലേക്ക് തൻ്റെ സഹോദരൻ ലാബാൻ്റെ അടുത്തേക്ക് ഹാരാനിലേക്ക് ഓടി രക്ഷപ്പെടാനും പറയുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെ യാക്കോബ് പിതൃഭവനത്തിൽ നിന്നും യാത്രയായി ഹാരാനിൽ തൻ്റെ മാതൃ സഹോദരനായ ലാബാൻ്റെ ഭവനത്തിൽ എത്തുന്നതും തുടർന്നുള്ള സംഭവങ്ങളും തോബിയാസിൻ്റെ ഈ കഥയും തമ്മിലുള്ള സാധർമ്മ്യം വളരെ ശ്രദ്ധേയമാണ്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 29-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗത്താണ് യാക്കോബ് ഹാരാനിൽ ലാബാൻ്റെ ഭവനത്തിലെത്തുന്ന സംഭവം നമ്മൾ കാണുന്നത്. തോബിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗത്താണ് തോബിയാസും കൂട്ടരും എക്ബത്താനയിൽ റഘുവേലിൻ്റെ ഭവനത്തിലെത്തുന്നത് നമ്മൾ കാണുന്നത്. ഇനി ഈ 2 വചനഭാഗങ്ങളും തമ്മിലുള്ള സാധർമ്മ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യാക്കോബ് അവരോട് ചോദിച്ചു, സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യം യാക്കോബിൻ്റെ കഥയിൽ നമ്മൾ കാണുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ചോദിക്കുന്നയാൾ റഘുവേലാണ്. റഘുവേൽ അവരോട് ചോദിച്ചു, സഹോദരന്മാരെ നിങ്ങൾ ഇവിടെ നിന്ന് വരുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ കഥയിലും തോബിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ തോബിയാസിൻ്റെ കഥയിലും ഇതേ ചോദ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യം. ഹാരാനിൽ നിന്ന് എന്ന് അവർ മറുപടി പറഞ്ഞു എന്ന് ഉൽപ്പത്തി പുസ്തകം 29-ൽ നമ്മൾ കാണുന്നു. തോബിത്ത് 7-ൽ നമ്മൾ കാണുന്നു, അവർ പറഞ്ഞു, നിനവേയിലെ പ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ. ഏതാണ്ട് സമാനമായ ഉത്തരങ്ങൾ ലഭിക്കുന്നു. മൂന്നാമതായി ഉൽപ്പത്തി പുസ്തകം 29-ൽ നമ്മൾ കാണുന്നു, അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിൻ്റെ മകൻ ലാബാനെ അറിയുമോ? ഒരു പരിചയക്കാരനായ ബന്ധുവായ ഒരു വ്യക്തിയെ അറിയുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഏതാണ്ട് തത്തുല്യമായ ഒരു ചോദ്യം തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉടനെ അവർ ആരാഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ? 2 ഭാഗത്തും അറിയും എന്ന് അവർ പറഞ്ഞു. 2 ഭാഗത്തും ഉൽപ്പത്തി പുസ്തകം 29-ലും തോബിത്തിൻ്റെ പുസ്തകം 7-ലും ഉത്തരം അറിയും എന്ന് തന്നെയാണ്. അടുത്ത ചോദ്യം, അവന് സുഖമാണോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. 2 ഭാഗത്തും അവന് സുഖമല്ലേ അല്ലെങ്കിൽ അവന് സുഖമാണോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നു. അതെ എന്നവർ ഉത്തരം പറയുന്നു. തോബിത്തിൻ്റെ പുസ്തകത്തിലും അവൻ സുഖമായിരിക്കുന്നു എന്ന് ഉത്തരം പറയുന്നു. ചുരുക്കത്തിൽ ഈ വചനഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ ഒരു സാധർമ്മ്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സംഭാഷണം ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ യാക്കോബിൻ്റെ കഥയിലും തോബിയാസിൻ്റെ കഥയിലും കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധുത്വം ഇതുവരെ അനാവരണം ചെയ്യപ്പെടുന്നില്ല. അവന് സുഖമല്ലേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സുഖമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തോബിയാസിൻ്റെ കഥയിൽ സത്യത്തിൽ പിതാവായ തോബിത്തിന് സുഖമല്ല, അവന് അന്ധത ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യം സൂചിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ യാക്കോബിൻ്റെ കഥയിൽ യാക്കോബിൻ്റെ പിതാവായ ഇസഹാക്കിനും സുഖമല്ല, പ്രായാധിക്യം മൂലം അവനും അന്ധത ബാധിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ കഥ മുൻപോട്ട് പോകുമ്പോൾ യാക്കോബിൻ്റെയും
തോബിയാസിൻ്റെയും ഈ കഥകളിൽ കഥാനായകന്മാരെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് പ്രതിശ്രുത വധുവാണ് എന്നത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു സാധർമ്മ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 29:9-10 നമ്മൾ വായിക്കും. അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു. അവളാണ് അവയെ മേയിച്ചിരുന്നത്. പിന്നീട് റാഹേലാണ് യാക്കോബിനെ തൻ്റെ പിതൃഭവനത്തിലേക്ക്, ലാബാൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതുപോലെ തോബിത്തിൻ്റെ പുസ്തകം 7:1 നമ്മൾ വായിച്ചു. അവർ എക്ബത്താനയിൽ റഘുവേലിൻ്റെ ഭവനത്തിലെത്തി. സാറ അവരെ കണ്ട് അഭിവാദനം ചെയ്തു. അവർ പ്രത്യഭിവാദനം ചെയ്തു. അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ യാക്കോബിൻ്റെ കഥയിലും തോബിയാസിൻ്റെ കഥയിലും പ്രതിശ്രുത വധുവാണ് കഥാനായകനെ അല്ലെങ്കിൽ പ്രതിശ്രുത വരനെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്ന സാധർമ്മ്യവും നമ്മൾ കാണും. തുടർന്ന് വരുന്ന തിരുവചനങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഏതാനും സാധർമ്മ്യങ്ങൾ കൂടി ഇതിനെല്ലാം പുറമെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 29-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളും തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനവും 19-ാം തിരുവചനവും നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിൽ തുടർന്ന് യാക്കോബ് ബന്ധുവാണ്, തൻ്റെ സഹോദരിയുടെ പുത്രനാണ് എന്നറിഞ്ഞപ്പോൾ ലാബാൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. തോബിയാസിൻ്റെ കഥയിൽ തോബിയാസ് തോബിത്തിൻ്റെ പുത്രനാണ് എന്ന് അറിയുമ്പോൾ റഘുവേൽ തോബിയാസിനെ ആലിംഗനം ചെയ്ത് സന്തോഷാശ്രുക്കൾ പൊഴിച്ചു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്തും ഒരുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അടുത്തതായി യാക്കോബ് റാഹേൽ അനുരക്തനായി എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 29 വായിക്കുന്നു. തോബിയാസിൻ്റെ കഥയിൽ തോബിയാസ് സാറായിൽ അനുരക്തനാവുന്നതും നമ്മൾ കണ്ടു. അടുത്തതായി ഉൽപ്പത്തി 29 ലാബാൻ റാഹേലിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ ആദ്യം വിസമ്മതിക്കുന്നു, പകരം ലേയായെ നൽകുന്നു. പിന്നീട് റാഹേലിനെയും വിവാഹം ചെയ്തു നൽകുന്നു. അതായത് ആദ്യം ഒരു ചെറിയൊരു വിസമ്മതം ഉണ്ടാകുന്നു, പിന്നീട് സമ്മതിക്കുന്നു. ഇതുപോലെ തന്നെ തോബിയാസിൻ്റെ കഥയിൽ തോബിയാസ് സാറായെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സാറായുടെ പിതാവായ റഘുവേൽ ആദ്യം എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റഘുവേൽ എതിർക്കുന്നത്? കാരണം അതുവരെ സാറായെ വിവാഹം കഴിച്ച 7 പേരും വിവാഹരാത്രിയിൽ കൊല്ലപ്പെടുകയാണ്, മരണപ്പെടുകയാണ്. അത് തോബിയാസിന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് മരണത്തെ മുൻപിൽ കണ്ട്, അപകടം മുൻപിൽ കണ്ടുകൊണ്ട് റഘുവേൽ വിസമ്മതിക്കുന്നത്. പക്ഷേ പിന്നീട് തോബിയാസ് നിർബന്ധിച്ചപ്പോൾ സാറായെ വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മതിക്കുകയും വിവാഹം ചെയ്തു നൽകുകയും ചെയ്യുന്നു. അടുത്തതായി 7 എന്ന സംഖ്യയുടെ പ്രാധാന്യം 2 കഥകളിൽ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 29 വിവാഹം നടക്കുന്നതിന് വേണ്ടി 7 വർഷം യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. 7 എന്ന സംഖ്യയുടെ പ്രാധാന്യം നമുക്ക് തോബിയാസിൻ്റെ കഥയിൽ അല്ലെങ്കിൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണാം. കാരണം സാറ 7 വിവാഹം കഴിഞ്ഞവളാണ്. അടുത്തതായി 14 എന്ന സംഖ്യയുടെ പ്രാധാന്യമാണ് 2 കഥകളിലും കാണുന്നത്. ലാബാന് വേണ്ടി 7ഉം 7ഉം 14 വർഷങ്ങൾ യാക്കോബ് ജോലി ചെയ്തു, തൻ്റെ ഭാര്യമാരായ ലേയായ്ക്കും റാഹേലിനും വേണ്ടി. തോബിത്തിൻ്റെ കഥയിൽ തോബിയാസ് വിവാഹത്തിന് ശേഷം 14 ദിവസങ്ങൾ നീളുന്ന വിവാഹാഘോഷം അതിൽ പങ്കെടുക്കുകയാണ്. സാധാരണഗതിയിൽ 7 ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന വിവാഹാഘോഷമാണ്. അതേസമയം തോബിയാസിൻ്റെയും സാറായുടെയും കഥയിൽ 14 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിവാഹാഘോഷമാണ്. ചുരുക്കത്തിൽ ഈ കഥകളെല്ലാം പരിശോധിക്കുമ്പോൾ യാക്കോബിൻ്റെ കഥയും തോബിയാസിൻ്റെ കഥയും തമ്മിൽ
വളരെ അടുത്ത സാധർമ്മ്യങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി വിവാഹ ആലോചനയെ സംബന്ധിച്ചിട്ടുള്ള വചനഭാഗം കൂടി നമുക്കൊന്ന് വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗമാണ്. അനന്തരം തോബിയാസ് റഫായേലിനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, യാത്രയിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കുക. ദൂതൻ അക്കാര്യം റഗുവേലിനെ അറിയിച്ചു. റഗുവേൽ തോബിയാസിനോട് പറഞ്ഞു, തിന്നും കുടിച്ചും ഉല്ലസിക്കുക. എൻ്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിൻ്റെ അവകാശമാണ്. എന്നാൽ ഒരു കാര്യം എനിക്ക് നിന്നോട് തുറന്നു പറയാനുണ്ട്. എൻ്റെ പുത്രിയെ ഞാൻ 7 ഭർത്താക്കന്മാർക്ക് നൽകിയതാണ്. എന്നാൽ ഓരോരുത്തരും അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ മൃതിയടഞ്ഞു. എന്നാൽ ഇപ്പോൾ നീ ആഹ്ലാദിക്കുക. തോബിയാസ് പ്രതിവചിച്ചു, നീ ഇക്കാര്യത്തിൽ ഉറപ്പ് തരാതെ ഞാൻ ഒന്നും ഭക്ഷിക്കുകയില്ല. ഇവിടെ വിവാഹ ആലോചനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ദൂതൻ അസറിയാസ് തന്നെയാണ്. അതിനുള്ള കാരണം നമുക്കറിയാം. ദൂതനാണ്, അസറിയാസാണ് ഇക്കാര്യം തോബിയാസിനോട് പറഞ്ഞത്. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്, നിൻ്റെ പിതാവിൻ്റെ ഹിതവും ഇത് തന്നെയാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന്, ഗോത്രത്തിൽ നിന്നാണ് നീ ഭാര്യയെ സ്വീകരിക്കേണ്ടത്. അനാദി മുതൽ ദൈവം നിനക്കായി നിശ്ചയിച്ചിട്ടുള്ള പെൺകുട്ടിയാണിവൾ. ഇതെല്ലാം പറഞ്ഞ് തോബിയാസിനെ ഈ വിവാഹത്തിനായി പ്രേരിപ്പിച്ച ദൂതനോട് തന്നെ തോബിയാസ് പറയുകയാണ്, നീ ഇടപെടുക. ഈ പെൺകുട്ടിയുടെ പിതാവായ റഗുവേലിനോട് സംസാരിച്ച് വിവാഹം ഉറപ്പിക്കാൻ പറയുന്നു. ദൂതൻ ഈ കാര്യങ്ങളെല്ലാം റഗുവേലിനോട് സംസാരിക്കുന്നു. പക്ഷേ റഗുവേൽ ഒരു വിസമ്മതം അറിയിക്കുകയാണ്, തുറന്ന് കാര്യങ്ങൾ പറയുകയാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എൻ്റെ പിതൃവ്യ പുത്രനായ തോബിത്തിൻ്റെ മകനാണ്. എല്ലാ തരത്തിലും അവളെ ഭാര്യയാക്കാനുള്ള അവകാശവും യോഗ്യതയും നിനക്കുണ്ട്. പക്ഷേ അവളെ വിവാഹം കഴിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. വിവാഹ രാത്രിയിൽ തന്നെ അവരെല്ലാം കൊല്ലപ്പെടുന്നു. നിനക്കത് സംഭവിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് തൽക്കാലം മറന്നു കളയുക. ഈ രാത്രിയിൽ ഈ വിശിഷ്ട ഭക്ഷണമൊക്കെ കഴിച്ച് തിന്നും കുടിച്ച് നീ സന്തോഷിക്കുക എന്ന് പറയുന്നു. പക്ഷെ തോബിയാസ് പറയുന്നു, ഇല്ല, ഈ ഭക്ഷണം ഞാൻ കഴിക്കണമെങ്കിൽ അവളെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് നീ ഉറപ്പ് തരണം. തുടർന്നുള്ള വചനഭാഗം കൂടി നമുക്കൊന്ന് വായിക്കാം. വിവാഹം നടക്കുന്നതിനെ സംബന്ധിച്ചാണ്. 7-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള തിരുവചനം. റഗുവേൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചു കൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ. അവൻ പുത്രി സാറായെ കൈക്കുപിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമമനുസരിച്ച് സ്വീകരിച്ചു കൊള്ളുക. നിന്റെ പിതാവിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യ യദ്നായെ വിളിച്ച് ഒരു ചുരുൾ എടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ അതിൽ തങ്ങളുടെ മുദ്രയും വെച്ചു. അനന്തരം അവർ ഭക്ഷണം കഴിച്ചു. റഗുവേൽ തൻ്റെ ഭാര്യ യദ്നായെ വിളിച്ചു പറഞ്ഞു, അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറായെ അങ്ങോട്ട് നയിച്ചു. സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, ധൈര്യമായിരിക്കുക. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിൻ്റെ ദുഃഖമകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കൂ. തോബിയാസിൻ്റെയും സാറായുടെയും വിവാഹം നടക്കുകയാണ്. ഈ വിവാഹകർമ്മത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതുണ്ട്. ഒന്നാമതായി, വിവാഹം നടക്കുന്നത് വധൂഗൃഹത്തിൽ വെച്ചാണ് എന്ന് ശ്രദ്ധിക്കുക. വധുവിൻ്റെ വീട്ടിൽ വെച്ചാണ് വിവാഹം
ഉറപ്പിക്കപ്പെടുന്നത്, ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെടുന്നത്. അതുപോലെ സാറായെ അവളുടെ പിതാവ് റഗുവേൽ വരനായ തോബിയാസിന് കൈക്ക് പിടിച്ച് ഭാര്യയായി നൽകുകയാണ്. ഇത് അക്കാലത്ത് നിനവേയിലും മറ്റും സ്ഥിരമായി ഉണ്ടായിരുന്ന ഒരു വിവാഹ രീതിയാണ്. പെൺകുട്ടിയുടെ പിതാവ് കൈക്ക് പിടിച്ച് തൻ്റെ മകളെ വരന് ഭരമേൽപ്പിക്കുകയാണ്. അതുവരെ ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം അവളെ സംരക്ഷിച്ചിരുന്ന പിതാവ് ആ പെൺകുട്ടിയുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും വരനെ ഭരമേൽപ്പിക്കുന്നതാണ് കൈക്ക് പിടിച്ച് നൽകുന്നതിൻ്റെ അർത്ഥം. മൂന്നാമത്, വിവാഹത്തെ സംബന്ധിച്ച് വാക്കാലുള്ള ഒരു പ്രസ്താവന നടത്തപ്പെടുകയാണ്. ഈ വിവാഹം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാക്കാലുള്ള ഒരു പ്രസ്താവന നടത്തുന്നു. അടുത്തതായി വധുവിൻ്റെ പിതാവ് ദമ്പതികളെ രണ്ടുപേരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം വധുവിൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ചേർന്ന്, എദ്നായും റഗുവേലും ചേർന്ന് ഒരു ചുരുളിൽ മുദ്രിതമായ വിവാഹ വാഗ്ദാനം എഴുതി അത് വരന് നൽകുന്നു. അപ്പോൾ വിവാഹം എന്നത് വാക്കാൽ ഉറപ്പിക്കപ്പെടുന്നു, വിവാഹം എന്നത് എഴുതി മുദ്ര വയ്ക്കപ്പെട്ടും ഒരു ഉടമ്പടിയായി ഉറപ്പിക്കപ്പെടുന്നു. അതിനുശേഷം സമൃദ്ധമായ ഭക്ഷണം. ഈ ഒരുമിച്ചുള്ള ഭക്ഷണം എന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയും പങ്കാളിത്തത്തെയും പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ ഈ വിവാഹത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വിവാഹത്തിൽ കുടുംബം, മാതാപിതാക്കൾ എന്നിവരുടെ ഇടപെടൽ, എന്നിവരുടെ സാന്നിധ്യം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ശ്രദ്ധിക്കുക. സമകാലിക സമൂഹത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? കുടുംബം, മാതാപിതാക്കൾ എന്നിവരുടെ ഇടപെടൽ പരമാവധി ഇല്ലാതാക്കുക എന്നതാണ് മഹത്തരം എന്ന് അബദ്ധവശാൽ ചിന്തിക്കുന്ന ആധുനിക തലമുറയ്ക്ക്, സമകാലിക യുവതി യുവാക്കന്മാർക്ക് ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാകേണ്ടതാണ്. കാരണം വിവാഹം എന്നത് കേവലം രണ്ട് വ്യക്തികളുടെ മാത്രം ഒരു ആഘോഷമല്ല, അത് രണ്ട് കുടുംബങ്ങളുടെ ആഘോഷമാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാവുന്നതിന് അനുപേക്ഷണീയമായ കാര്യമാണ്. വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ വിവാഹവേളയിൽ യാതൊരു സ്ഥാനവുമില്ലാതായി ശത്രുക്കളെ പോലെ പരിഗണിക്കപ്പെട്ട് പുറന്തള്ളപ്പെടുന്നതും അന്യരെ പോലെ പരിഗണിക്കപ്പെടുന്നതും ഒരിക്കലും ദമ്പതികൾക്ക് നന്നല്ല, അത് നന്ദികേടാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ കാര്യം വളരെ വ്യക്തമാണ്. കുടുംബം വിവാഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മാതാപിതാക്കൾ അവരുടെ അനുഗ്രഹം വിവാഹബന്ധത്തിലേക്ക് കടന്നു പോകുന്ന ദമ്പതികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഈ തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഉപസംഹാരമായി തോബിയാസിൻ്റെ വിവാഹ നിശ്ചയവും പൂർവ്വപിതാവായ ഇസഹാക്കിൻ്റെ വിവാഹ നിശ്ചയവും തമ്മിൽ ഉള്ള ഒരു സാമ്യം കൂടി നമുക്ക് കണ്ടെത്താനാവും, അതുകൂടി പറയാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ അബ്രാഹം മകൻ ഇസഹാക്കിന് സ്വന്തം ഗോത്രത്തിൽ നിന്ന് ഭാര്യയെ തിരഞ്ഞെടുക്കാനായി വേലക്കാരനെ അയക്കുന്നു. തോബിയാസിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ സ്വന്തം ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കാൻ തോബിയാസിന് നിർദ്ദേശം നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം 24-33 ലാബാനും കുടുംബവും ഭക്ഷണമൊരുക്കി യാക്കോബിനെ സ്വീകരിക്കുന്നു. തോബിത്ത് 7-ാം അധ്യായത്തിൽ റഗുവേലും കുടുംബവും ഭക്ഷണമൊരുക്കി തോബിയാസിനെ സ്വീകരിക്കുന്നു. വിവാഹ നിശ്ചയം നടത്താതെ ഭക്ഷണം കഴിക്കില്ല എന്ന് യാക്കോബ് ശാഠ്യം പിടിക്കുന്നു. വിവാഹ നിശ്ചയം നടക്കാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് തോബിയാസ് ശാഠ്യം പിടിക്കുന്നു. വിവാഹ നിശ്ചയം
ദൈവേഷ്ടപ്രകാരമാണ് നടക്കുന്നത് എന്ന് ആതിഥേയർ തിരിച്ചറിയുന്നു. വിവാഹ നിശ്ചയം ദൈവനിഷ്ടപ്രകാരമാണ് നടക്കുന്നതെന്ന് ഇസഹാക്കിൻ്റെ കാര്യത്തിലും തോബിയാസിൻ്റെ കാര്യത്തിലും ആതിഥേയരായ ആളുകൾ തിരിച്ചറിയുന്നു. റബേക്കായെ ഇസഹാക്കിന് ഭാര്യയായി ലാബാൻ സഹോദരൻ വിട്ടു നൽകുന്നു. റഗുവേൽ എന്ന പിതാവ് സാറായെ തോബിയാസിന് ഭാര്യയായി നൽകുന്നു. കൂടുതൽ സമയം തങ്ങളുടെ കൂടെ ചെലവഴിക്കണം വിവാഹത്തിന് ശേഷമെന്ന് ആതിഥേയർ രണ്ട് ഭാഗത്തും ഇസഹാക്കിൻ്റെ കാര്യത്തിലും തോബിയാസിൻ്റെ കാര്യത്തിലും ആവശ്യപ്പെടുന്നു. ഇസഹാക്കിൻ്റെ കാര്യത്തിൽ ദൂതൻ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതിനെക്കുറിച്ച് പറയുന്നു. ഇവിടെ തോബിയാസിൻ്റെ കഥയിലും എത്രയും പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതിനെക്കുറിച്ച് തോബിയാസും സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പഴയ നിയമത്തിലെ ഇസഹാക്കിൻ്റെ കഥയും യാക്കോബിൻ്റെ കഥയുമായി തോബിയാസിൻ്റെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധേയമായ സാധർമ്യമുണ്ട്. ഈ അധ്യായത്തിൻ്റെ ബാക്കിയുള്ള വ്യാഖ്യാനവും അടുത്ത അധ്യായവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.